ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സ്റ്റുഡിയോ വരെ പോയില്ലെങ്കിൽ ഒരു സുഖമില്ല കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയ വ്ളോഗാണിത്. ഇറങ്ങാൻ നേരത്ത് കുറച്ചേ മഴ ഉണ്ടായിരുന്നെങ്കിൽ എത്താൻ നേരത്ത് ഭയങ്കരമായിട്ട് മഴ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു കടയുടെ ഫ്രണ്ടിൽ കയറിയിരുന്നു. ഈ മഴയാണെങ്കിൽ എന്ത് ചെയ്താൽ തോരുന്നുമില്ല, ഈ ജാതി മഴ. ഒരു 1.5 മണിക്കൂറായിരുന്നു നമ്മൾ അവിടെ തന്നെ പോസ്റ്റ് ചെയ്ത്. കാര്യം പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് വണ്ടി ഓടിച്ച് അവിടെ എത്താവുന്നേ ഉള്ളൂ. പക്ഷെ അത്ര ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇവനാണെങ്കിൽ അവിടെ ഇരുന്ന് നിന്നൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മഴ തുറന്നപ്പോഴത്തേക്കും നമ്മൾ സ്റ്റുഡിയോ എത്തി. ഇവനാരും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവൻ്റെ സാറാണ്. അങ്ങനെയാണ് ഇവനെ പരിസരത്ത് നിൽക്കേണ്ടതല്ല. എനിക്കാണെങ്കിൽ മേടിക്കാനുള്ളത് ഒരു ചെരുപ്പായിരുന്നു. അങ്ങനെ കുറേ നേരം ഞാൻ നോക്കി ഒരു ചെരുപ്പ് അങ്ങോട്ട് എടുത്തു. ബ്രൗൺ ആണല്ലോ മീൻ. അങ്ങനെ പിന്നെ നമ്മളൊരു കുറച്ച് ജ്വല്ലേഴ്സ് ഒക്കെ നോക്കി. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ 2 എടുത്തു എന്ന് തോന്നി. പിന്നെ സാധനങ്ങളെല്ലാം മേടിച്ച് എല്ലാം നോക്കി പറക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ പേപ്പർ ബാഗ് ഭയങ്കര കഷ്ടം കേട്ടോ. നമ്മളാണെങ്കിൽ ഈ വണ്ടിയിലൊക്കെ പോകുന്നതാണെങ്കിൽ നനഞ്ഞ് ചീഞ്ഞ് പേപ്പർ ബാഗ് ഒക്കെ കീറി പോകും. പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ കുറയുന്നില്ല. പിന്നെ കുറച്ച് മഴ തുറന്നപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. വിശപ്പിന്റെ വിളി നേരത്തെ വന്നായിരുന്നു. അങ്ങനെ നമ്മൾ പോയതാണെങ്കിൽ അച്ചായൻസിലോട്ടോ. നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുന്ന ഇവിടെ കേട്ടോ. എനിക്കാണെങ്കിൽ എൻ്റെ ബാഗിൻ്റെ അകത്ത് ഞാൻ മേടിച്ച സാധനങ്ങൾ എടുത്ത് നോക്കാനായിട്ടൊക്കെ ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തിയിട്ട് ഇത് നോക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിക്കാൻ പോയത് പിസ്സ ആണെങ്കിലും പിസ്സ കിട്ടണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ അവർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമുക്ക് വെയിറ്റ് ഒന്നും ചെയ്യാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ ഓർഡർ മാറ്റി. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് തരുന്ന ഫുഡൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഡാഡിയും വന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴിയും കേട്ടോ. എനിക്കാണെങ്കിൽ തീരെ ബോധമില്ലാണ്ട് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഞാനാണെങ്കിൽ പോയത് ജെൻസിലോ. പിന്നെ മഴ വരാനായിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെയും പോസ്റ്റ് ആയി. അച്ഛനാണെങ്കിൽ നേരത്തെ അച്ഛക്ക് വർക്ക് സൈറ്റിൽ പോകാനുള്ളതുകൊണ്ട് അച്ഛ വഴി പോയി. നമ്മൾ പിന്നെ കുറേ നേരം അവിടെ പോസ്റ്റ് ചെയ്തു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സമയം കളഞ്ഞു. കുറേ നേരം കഴിയുമ്പോഴത്തേക്കും മഴ തോരുന്നേ ഇല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ തോരാനൊന്നും നിന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ പോയി. എനിക്കാണെങ്കിൽ ക്ഷമയില്ലാത്തതുകൊണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ എടുത്തിട്ടായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാം. ഞാൻ ടിൻഡഡ് അല്ലായിരുന്നു മേടിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് കിട്ടിയത് ടിൻഡഡായി പോയി. അങ്ങനെ പോകാൻ നേരത്താണെങ്കിൽ ഈ റോഡ് ഏതാ കുളം ഏതാ പുഴ ഏതാന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഈ തോടൊക്കെയാണെങ്കിൽ നിറഞ്ഞു വെത്തി ഒഴുകുമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് കാണാൻ രസമാണെങ്കിലും കുറച്ച് ഡേഞ്ചറാണ്. അങ്ങനെ നമ്മളിതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പത്തുള്ളൂ ഗായ്സ്, ബൈ.